ഓക്കെ, ഈ വിഷയവുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ദൈവപുത്രൻ വി എസ് പിശാച്ചിന്റെ അടിമ ആര്? ആരാണ് അങ്ങാരാണ് എന്ന് പറഞ്ഞാട്ടെ. ഞാന് ഒരു വഴിപോക്കനാണ്. അങ്ങനെ പറഞ്ഞ വഴിപോക്കർക്ക് സംസാരിക്കാനുള്ളതല്ല. താങ്കളുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാട്ടെ. എന്റെ വിശ്വാസം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഞാൻ. അങ്ങനെ പറ. ഒരു മിനിറ്റ്. ഇസ്ലാം മത വിശ്വാസിയാണല്ലോ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, താങ്കൾ സുന്നിയാണോ മുജാഹിദീനാണോ? അതുകൊണ്ട് പറഞ്ഞാട്ടെ. അതൊന്നല്ല വിഷയം. ഞാൻ ഈ വിഷയവുമായിട്ട് സംസാരിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഞാനത് പറയുന്നത് കേട്ടെ. താങ്കൾക്ക് എന്താണ് ഈ ഐഡന്റിറ്റി പറയാനായിട്ട് വൈക്ലഭ്യം? പറയൂ, അന്തസ്സായിട്ട് പറയൂ. കാരണം പറയാം. അവിടെ നില്ലേ, ഒരു മിനിറ്റ് പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞു കേട്ടെ. അതായത് മുഹമ്മദിന്റെ ചര്യയെ പിന്തുടരുന്നവരാണ് സുന്നികൾ. സുന്നികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ചര്യയെ പിന്തുടരുന്നതായ വിഭാഗം, സുന്നത്ത് പറഞ്ഞ സാഹേബ്, അതിൽ നിന്നാണ് സുന്നി എന്ന് പറയുന്ന പദം വരുന്നത്. അപ്പൊ അത് മുഹമ്മദുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് താങ്കളെങ്കിൽ അത് പറയുന്നതിന് താങ്കൾക്ക് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ താങ്കൾ പറയൂ. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴത്തേന് ഒരാളിന്റെ വ്യക്തിത്വം അറിഞ്ഞിരിക്കാനും അദ്ദേഹത്തിന്റെ വിശ്വാസം അറിഞ്ഞിരിക്കാനും നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയൂ. അത് നമുക്കൊരു വേറെ ടോപ്പിക് ഇട്ടിട്ട് സംസാരിക്കാം. ഇപ്പൊ ടോപ്പിക് എന്താണ്? ദൈവപുത്രൻ വി എസ് പിശാച്ചിന്റെ അടിമ ആര്? ഇതേ കുറിച്ച് ചർച്ച ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? പറയാൻ ഇത്ര നാണം. അതെന്താ ഇപ്പോട്ടെ, ഈ ടോപ്പിക്കുമായിട്ട് സംസാരിക്കാൻ ആർജവമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാദിയാനിയാണോ? കാദിയാനിയാണെങ്കിൽ പറയൂ. കാദിയാനിയാണെങ്കിൽ കാദിയാനിയുടെ സാധനം ഇരിപ്പുണ്ടോ? അതാ പറഞ്ഞു. അതായത് ആണ്ടോ ഇതാണ് പറഞ്ഞത് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാദിയാനി മിർഷാഉൽ അഹമ്മദ് എങ്ങനെയാണ് മരിച്ചത് എന്ന് ഒരു 2 കാദിയാനികളോട് ചോദിച്ചിട്ട് അവർ ഉത്തരം പറയത്തില്ല. മനസ്സിലായോ? അത് ഇന്നും ഉത്തരം പറയാനായിട്ട് വളരെ വൈകുന്നേരം ഇവർക്ക്. ഇപ്പൊ ഇദ്ദേഹം കാദിയാനാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന് ചോദിക്കുകയാണ്, നിങ്ങളുടെ മതത്തിന്റെ നേതാവ്, അതായത് മുഹമ്മദിന് ശേഷം ഒരു നബി ഇല്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം. മുഹമ്മദിന് ശേഷം ഒരു നബി ഉണ്ടെന്ന വിശ്വാസക്കാരാണ് ഈ കാദിയാനികൾ. അത് പഞ്ചാബിലെ കാദിയാനിൽ ജനിച്ച് വളർത്തപ്പെട്ട മിർഷാഉൽ അഹമ്മദ് എന്ന് പറയുന്ന കാദിയാനി. അപ്പൊ അദ്ദേഹമാണ് ലാസ്റ്റ് പ്രവാചകൻ, ലാസ്റ്റ് റസൂൽ എന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് ഞാൻ പല അഹമ്മദീയ വിശ്വാസികളോട് ചോദിച്ചിട്ട് അവർക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. താങ്കൾ അത്തരത്തിലുള്ള ഒരാളാണോ? അദ്ദേഹം തൂറിച്ചത്തതാണെന്ന് പല ആളുകളും പറയാറുണ്ട്. അത് വിഷയമല്ല. നമുക്ക് ഈ വിഷയവുമായിട്ട് സംസാരിക്കാം. ദൈവപുത്രന്മാർ പിശാചിന്റെ അടിമകൾ ആര്? അപ്പൊ താങ്കള് നമുക്ക് ഒരു 2 മിനിറ്റ് തരുമോ? 2 മിനിറ്റ് പറയൂ. അതായത് ദൈവത്തിന്റെ പുത്രന്മാർ വി എസ് പിശാചിന്റെ അടിമകൾ ആര്? സത്യം പറഞ്ഞാല് നിങ്ങൾ തന്നെയാണ് പിശാചിന്റെ അടിമകൾ എന്നാണ് ഞാൻ വാദിക്കുന്നത്. കാരണം ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട് ബൈബിൾ പ്രകാരം? ബൈബിളിലെ 36-ാം അധ്യായത്തില് പുത്രന്മാരുണ്ട്. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാർ സുന്ദരികളായെന്ന് കണ്ടിട്ട് ദൈവപുത്രന്മാർ അവരെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തില് പുത്രന്മാരുണ്ട്. അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട്? അവരിൽ ആരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ നിങ്ങൾ ഏകജാതനായ പുത്രൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ മനുഷ്യപുത്രിമാരെ? അപ്പൊ ദൈവത്തിന് പുത്രന്മാരുണ്ടാകുക എന്നത് സാധ്യമല്ല. അത് ബൈബിൾ പല ഇടത്തും പറയുന്നുണ്ട്. കാരണം ദൈവം മനുഷ്യരല്ല. മനുഷ്യർക്കേ പുത്രന്മാരുണ്ടാവുകയുള്ളൂ. ദൈവത്തിന് എങ്ങനെ പുത്രന്മാരുണ്ടാവും? പറയാം. ദൈവത്തിന് പുത്രന്മാരില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഞാൻ എന്റെ വോയിസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ പറയുന്നത് പോലെ ഒരു മനുഷ്യനല്ല ദൈവം എന്ന് ബൈബിൾ പറയുന്നു. ദൈവം മനുഷ്യനല്ല എന്ന് സൗമ്യന്റെ 1-ാം പുസ്തകം 15:27 പറയുന്നുണ്ട്. അനുദവിക്കുവാൻ മനുഷ്യനല്ല, ആത്മസ്വരൂപിയായ ദൈവം പ്രപഞ്ചാതീതനാണ്. ആ പ്രപഞ്ചാതീതനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ മനുഷ്യൻ. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ അഗാധത്തെ ചൂണ്ടിക്കാണിക്കാനാണ് മക്കൾ എന്നുള്ളത് ആ സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ലൈംഗിക ബന്ധത്തിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളെ വിളിക്കുന്ന അർത്ഥത്തിലല്ല. അത് മനസ്സിലായി. അപ്പം ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവവും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ജൈവപരമല്ല, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമല്ല. അവിടെ മനസ്സിലായോ? ബയോളജിക്കൽ വിഷയമാകണമെങ്കിൽ ദൈവം മനുഷ്യനെ പോലെ മനുഷ്യനായിരിക്കണം. പക്ഷെ ബൈബിൾ പറയുന്ന ദൈവം മനുഷ്യനല്ല എന്ന് പറയുന്നത്. തീർന്നില്ല. അത് താങ്കൾക്ക് ഉത്തരവായല്ലോ. പക്ഷേ ഇസ്ലാമിലെ ദൈവം മനുഷ്യനാണ്.
അള്ളാഹു മനുഷ്യനാ. ദേണ്ട കിടക്ക് ദേ മറിയം ബീവിയുടെ ഗുഹ്യത്തിനകത്തേക്ക് കയറി ഊതുന്ന വേണ്ടത് വായിച്ചു. ഞാൻ വായിക്കാൻ പോകരുത് കേട്ടോ, ഞാൻ പോകരുത്. ഞാൻ ഖുറാൻ എടുക്കുകയാണ്. സൂറത്ത് തഹരീം, സൂറത്ത് തഹരീം 12-ാമത്തെ ആയത്ത് ഞാൻ ഒന്ന് വായിക്കുകയാണ്, പോകരുത്. ഇങ്ങനെയൊക്കെ കയറി ഊതുന്ന മനുഷ്യരെല്ലാം എന്തുവാ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ കേരളക്കരെ ഇപ്പൊ പിടിച്ചു കുലുക്കിയിരിക്കുക. എന്തുവാ സംഭവം? എന്തുവാ ഇത് തന്നെ വിഷയം? എന്നെ തൊട്ടു, എന്നെ പിടിച്ചു, എന്നോട് പറഞ്ഞു, വിഷയം ഇത് തന്നെയാ. അപ്പൊ ദേ ഇതിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന അള്ളാഹുവിന്റെ ആയത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോകണം. 66-ന്റെ 12-ാമത്തെ ആയത്ത് നോക്കിക്കോട്ടെ. 12-ാമത്തെ ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരണമായി എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു. അപ്പോൾ നാം അതിൽ നമ്മുടെ ആത്മാവിനെ ഊതി. മനസ്സിലായോ? അതായത് സ്ത്രീ യോനിയിലേക്ക് ഒരാൾ ഊതിയെന്ന്. ഇതാരാ ഊതാൻ കഴിയുന്നത്? സ്ത്രീ യോനിയിലേക്ക് ഊതുന്ന ആരാ? പറയൂ. അവിടെ ആ ഭാഗത്തേക്ക് അടുക്കുന്ന ആരാ? കാണ്ടാമൃഗം വന്ന് അടുക്കുവോ? കാണ്ടാമൃഗം വരുവോ? കൊമ്പനാന വരുവോ? മറ്റേതെങ്കിലും പറയുന്നേക്കല്ല, ഞാൻ താഴെ ഇറക്കും. ഞാൻ ഇനി മിണ്ടരുത്. താങ്കൾ പറഞ്ഞത് ദൈവം മനുഷ്യനല്ലെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ മനുഷ്യനല്ല ദൈവം ആത്മസ്വരൂപിയാണ്. ആത്മസ്വരൂപിയായ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അന്തരാർത്ഥം ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ താങ്കളൊരു മുഹമ്മദീയനാണെന്ന് പറഞ്ഞതുകൊണ്ട് മുഹമ്മദീയരായ മതവിശ്വാസികളുടെ ദൈവം എന്ന് പറയുന്ന ഈ അള്ളാഹു ഒരു മനുഷ്യനാണെന്നാ പറഞ്ഞത്. മനുഷ്യനായതുകൊണ്ടാണ് മറിയം ബീബിയുടെ ഫർജിൽ ഊതിയത്. അവിടെ അറബിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മറിയമ ഇബ്ന തിമ്രാന അല്ലത്തി അഹ്സനത്ത് ഫർജഹ ഫലഖ്ന ഫീഹി മിൻ റൂഹിന. അതായത് അള്ളാഹു ആ ഫർജിനകത്തേക്ക് ഊതിക്കൊടുത്തു, ജനനേന്ദ്രത്തിലേക്ക് ഊതിക്കൊടുത്തു. അങ്ങനെയാണ് മറിയം ബീബി ഗർഭം ധരിക്കുന്നത്. ആ കുട്ടിയാണ് ഇസ്ലാമിലെ ഈസാ നബി. മനസ്സിലായോ? ഇസ്ലാമിലെ ഈസാ നബി. സുഹൃത്തെ, നിർത്താൻ പറഞ്ഞില്ലേ? ഇടപെടരുത്. ഞാൻ പറഞ്ഞു തീർന്നതിന് പറയണം. ഇസ്ലാമിലെ ഈസാ നബിയുടെ ബാപ്പ അള്ളാഹുവാണ്. ജനേന്ദ്രത്തിൽ ഊതി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ബാപ്പ ആരാണ്? അള്ളാഹു. കേട്ടോ, ജൈവപരമായ ജനനം ഇവിടെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു പരാമർശവും ഇങ്ങനെ ഒരു രീതി ബൈബിളിനകത്തില്ല. മനസ്സിലായോ? ആ ബൈബിളിലെ ദൈവം മനുഷ്യനല്ല. സ്ത്രീ ജനേന്ദ്രത്തിൽ ഊതുന്ന ഒരു ദൈവം അല്ല ബൈബിളിലെ ദൈവം. ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. അപ്പൊ ഇവിടെ ഊതി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. കുഞ്ഞ് ജനിച്ചപ്പോഴത്തേന് ഈ അള്ളാഹു അന്തസ്സുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണ്ടേ? സാധാരണ രീതിയിൽ ആരായിരുന്നാലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമല്ലോ. ഊതാൻ പോയ ആ ധൈര്യവും ആർജവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞ്. നിങ്ങളെല്ലാരും അറിഞ്ഞോ ഈ മുഹമ്മദ് ഈസ ഏകദേശം 1.5-2 വർഷം മുമ്പ് ഇസ്ലാമിക സമൂഹത്തിന് ഒരു സ്പൂൺ സമ്മാനിച്ചായിരുന്നു? എല്ലാവരും അറിഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം പുതിയൊരു കാര്യം സമ്മാനിച്ചിട്ടുണ്ട്. അടിമ ഭാര്യ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം പുതിയതായിട്ട് പുള്ളി സമ്മാനിച്ചിട്ടുണ്ട്. മേളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അടിമ ഭാര്യ ലോകത്തെങ്ങും കേൾക്കാത്ത ഒരു പദപ്രയോഗമാണ് അടിമ ഭാര്യ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അടിമ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അടിമ ഭാര്യ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെന്താ ഒന്ന് എല്ലാരും ഉറക്കമാണോ? ഇല്ല, ഉറക്കമല്ല. ഈ രണ്ടാം ഭാര്യക്കാണോ അടിമ ഭാര്യ? അതെനിക്കറിയത്തില്ല. അത് വ്യക്തമാക്കേണ്ട മുഹമ്മദ് ഈസയാണ്. അടിമ ഭാര്യ എന്നൊരു പദപ്രയോഗം പുള്ളി ഇട്ട വീഡിയോക്കകത്ത് 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ മേളി കാണുന്ന വീഡിയോ കണ്ടു നോക്കി. ഈ മേളി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, അത് കണ്ടു നോക്കിയാൽ മതി. അതിന്റെ അകത്ത് പുള്ളി ഇപ്പൊ അടിമ ഭാര്യ എന്നൊരു പദപ്രയോഗം പുള്ളി ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, അത് കേട്ടിട്ടുമില്ല, എങ്ങും കേട്ടിട്ടില്ല. അതെന്താണ് ഇക്കണക്കിന് വേലക്കാരി ഭാര്യ വരുമോ അച്ചായ? അല്ല, ഈ കണക്കിന് അവർക്ക് ഈ രണ്ടാം ഭാര്യക്കാണോ അടിമ ഭാര്യ എന്നുള്ളത് ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലേക്ക് വന്നൊന്നും പറയണേ. രണ്ടാം ഭാര്യയൊന്നും അല്ല ഇത്, വേറെ എന്താണ്ടാ ഇത്. പറയും. ഇത് ഇനി വരാൻ പോകുന്നത് ഞാൻ പറയാം. മരുമകൾ ഭാര്യ, അടിമ ഭാര്യ, മകൾ ഭാര്യ. മനസ്സിലായോ? വേലക്കാരി ഭാര്യ.
വേലക്കാരി അടിമ ഭാര്യ, ഭാര്യക്കാണ് അടിമ ഭാര്യ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ മരുമകൾ ഭാര്യ, പിന്നെ മകൾ ഭാര്യ, ഇതൊക്കെ വരാൻ പോകുന്നു. വളർത്തമ്മ ഭാര്യ വരുമോ ഷോർട്ട്ലി ഇനി? റിലീസിങ്, വളർത്തമ്മ ഭാര്യ വരുമോ? ഷോർട്ട്ലി റിലീസിങ്. ആ അതെ. അച്ഛൻ ബ്രദറിന് കാര്യം മനസ്സിലായോ? വെളുപ്പിക്കലാണ്, അല്ല വെളുപ്പിക്കല്. എന്നാലും ആ പദപ്രയോഗം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ആ രണ്ടാം ഭാര്യക്കല്ല ഈ പറയുന്നത്, അപ്പൊ വേറെ കുറെ ഭാര്യമാരുണ്ട്. രണ്ടാം ഭാര്യ ഭാര്യ, രണ്ടാം ഭാര്യ, മൂന്നാം ഭാര്യ, നാലാം ഭാര്യ, അതൊക്കെ ഭാര്യ. നമ്പർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് പക്ഷെ 11 അടിമ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ വേറെ കാര്യമാവും. അടിമ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അടിമ ഭാര്യ, അടിമ മകൾ, അടിമ മരുമകൾ, അടിമ വേലക്കാരി, വേലക്കാരി ഭാര്യ, മകൾ ഭാര്യ, മരുമകൾ ഭാര്യ എന്നൊക്കെ ഇനി വരാൻ പോണു. ഷോർട്ട്ലി റിലീസിങ്, ഉടനെ റിലീസ് ഉണ്ടാകും, കാത്തിരുന്നോളൂ. അപ്പൊ വലത് കൈ ഉടമപ്പെടുത്തിയത് ഏത് ലിസ്റ്റ് വരും? അതിന് പേര് കണ്ടുപിടിച്ചില്ല. അല്ല, നവരസം ഒഴിവാക്കണം. ഓക്കെ. അച്ഛൻ ബ്രദറിന് മനസ്സിലായോ? പുള്ളി വെളുപ്പിച്ച് സോപ്പിട്ട് വെളുപ്പിച്ച് നോക്കിയതാ. അടിമസ്ത്രീ എന്ന് പറഞ്ഞ സാധനം, അടിമസ്ത്രീ എന്നുള്ള സാധനത്തിനെ സോപ്പിട്ട് പതപ്പിച്ച് അടിമ ഭാര്യയാക്കി. അതാണല്ലോ ഇപ്പൊ സൗകര്യം പറഞ്ഞത്, നീ പല പല ഐറ്റത്തിലുള്ള ഭാര്യമാര് വരുമെന്നുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണാനിരിക്കുന്ന പൂരം പിന്നെ നമ്മൾ പറഞ്ഞറിയിക്കണോ? ഏറ്റവും അലൻപതര ഏറ്റവും വലിയ രസം ആ മേളിലിട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അതിന്റെ അകത്ത് മുസ്ലിങ്ങളായി ജനിച്ച ഉസ്താദുമാര് രണ്ടുപേര് പറയുന്നുണ്ട് അത് അടിമ സ്ത്രീയാണ്, അത് അടിമ സ്ത്രീയാണെന്ന്. അതിനെ മാറ്റി മുഹമ്മദ് ഈസ അതിനെ അടിമ സ്ത്രീ എന്നുള്ളതിനെ അടിമ ഭാര്യയാക്കി മാറ്റി. അടുത്തത് വരാൻ പോകുന്നത് തോട്ടത്തിലെ അടിമ ഭാര്യ. തോട്ടത്തിലെ അടിമ ഭാര്യ അടുത്തത്. വളർത്തുപുത്രന്റെ അടിമ ഭാര്യ വരുമോ സിസ്റ്ററെ? തോട്ടത്തിലെ അടിമ ഭാര്യയല്ല, തോട്ടത്തിലെ ഭാര്യ. തോ- എന്തെങ്കിലും പറഞ്ഞ ഇസ്ലാമില് നിന്ന് പോണ്ടേ, തോട്ടത്തിലെ വെള്ളം കുടിക്കണ്ടേ? തോട്ടത്തിലെ കളി ഭാര്യ എന്ന് വേണമെങ്കിലും പറയാം. ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ചപ്പോഴല്ലേ അപ്പാ തരൂ തണ്ടി, ഞാൻ രാജകുമാരിയായ ഞാൻ നിനക്ക് ശരീരദാനം ചെയ്യുമെന്ന് ചോദിച്ചത്. അത് സത്യാബ്രദർ ഉണ്ടല്ലോ, സത്യാബ്രദർ പറയുമ്പോഴേ അത് കൃത്യമാവുള്ളൂ. ഇത് വെളുപ്പിക്കും തോറും കറുത്തോണ്ട് വരുള്ള സഹോദരന്മാരെ. പാപം വലിച്ചെടുക്കുന്നോണ്ടാ. നിങ്ങൾ ആരും ഈ പദപ്രയോഗം മറന്നു പോകരുത്. അടിമ ഭാര്യ. ചത്താലും മറക്കൂല. മാത്രമല്ല വരാനുള്ളതും കൂടി നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുവെക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ പറയുമ്പോ പിന്നെ പെട്ടെന്ന് വായി നോക്കിയിരിക്കണ്ടല്ലോ. ഈ മുഹമ്മദ് ഈസക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയോ? നമ്മുടെ അക്ബർക്കായ്ക്ക് 2 കോളേജ്. മുഹമ്മദ് ഈസക്ക് എത്ര കോളേജ് നടത്തുന്നുണ്ടെന്ന് അറിയോ? ചിലപ്പോ പുള്ളിക്ക് അടിമ ഭാര്യ അടിമയല്ലാത്ത ഭാര്യയൊക്കെ കാണും. അതുകൊണ്ടാ അങ്ങനെ ആ ഒരു പദപ്രയോഗമൊക്കെ നടത്തിയത്. അറിയില്ല. സത്യാപതര പ്രൈസലോട്. പ്രൈസ് ലോർഡ്. കത്തോലിക്ക ബദർ ഇതെല്ലാം കേട്ടോ? ഞാൻ കേട്ടു. ഈ സത്യാപതറിന് എന്താ ഒരു വിഷമം? സത്യാപതർ മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. തിരക്ക് ആയതുകൊണ്ട് വരുന്നു, എന്നുവെച്ചാൽ റൂമിൽ വന്നിരുന്ന് കുറച്ചു നേരം കേൾക്കും. ആ തിരക്കിനകത്ത് മൈക്കൊന്നും എടുക്കാൻ ഒക്കത്തില്ല കേട്ടോ.
ഇതിനൊക്കെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാണ്. അലി ബ്രദറിന്റെ സാക്ഷ്യം വീണ്ടും കേട്ടു, മുൻപ് കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇതുണ്ട്. അലി ബ്രദർ ഇസ്ലാം മതം വിട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളും അദ്ദേഹം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചതും പിന്നീട് തന്റെ പ്രവൃത്തി മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷം പറയുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുത്ത് തന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ഇന്ന് കർത്താവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതേസമയം യേശുക്രിസ്തുവിനെ ഒരിക്കലും അറിയാതിരുന്ന ഒരു വ്യക്തി, ഇയാൾ അറിഞ്ഞിട്ടില്ലല്ലോ. മുഹമ്മദ് ഈസ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വിട്ടുപോകില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ അറിയാതെ ഏതോ പ്രലോഭനത്തിൽപ്പെട്ട് ചാടി എന്തിലേക്കാണ് പോയി ചാടുന്നതെന്ന് അറിയാതെ ഇസ്ലാമിൽ പോയി ചാടിയിട്ട് 20 വർഷത്തോളമായി എന്നാണ് എനിക്കുള്ള അറിവ്. ഇത്ര കാലമായിട്ടും ഇദ്ദേഹം ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ല. ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഖുർആൻ അറിയില്ല, എനിക്ക് ബൈബിള് അറിയൂ എന്ന് പറഞ്ഞ് തടി തപ്പിപ്പോകുന്ന ഒരു രീതിയാണ് മുഹമ്മദ് ഈസ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ബൈബിൾ ഇത്ര അധികം അറിയുമായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയുമായിരുന്നല്ലോ. ഒരിക്കലും ഇയാൾ ബൈബിളും അറിഞ്ഞിട്ടില്ല. ഖുർആൻ വായിക്കാൻ തോറും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിനെ രക്ഷിക്കാനായിട്ടാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. എത്ര പെയിന്റ് അടിച്ചാലും വെളുക്കാത്ത ഒരു സാധനത്തെ വെളുപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പൊ നോക്കൂ, മുലകുടി എന്ന് പറയുന്ന ഏറ്റവും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ആയത്തിറക്കി അള്ളാഹുവിനെ വെളുപ്പിക്കാൻ അത് സ്പൂണിലാക്കി കൊടുത്തത് ഈസ. അത് സ്പെസിഫിക് ആയിട്ട് പറയണം. നമ്മളൊരു കാര്യം പറയുമ്പം അത് ആദ്യമായിട്ട് ഒരാൾ കേൾക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതി വേണം പറയാൻ. മുലകുടി എന്ന് ജസ്റ്റ് പറഞ്ഞു പോയത് അന്യപുരുഷൻ, ഭർത്താവല്ലാത്ത മുതിർന്ന പുരുഷന് മുലകൊടു. അത് സ്പെസിഫിക് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ സർ. ഇസ്ലാമില് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു അന്യ പുരുഷൻ വീട്ടിൽ വന്നാൽ ആ പുരുഷനോട് ആ വീട്ടിലുള്ള സ്ത്രീകൾ സംസാരിക്കുകയോ ഇടപഴകുകയോ അയാൾ ഒരു ദിവസം താമസിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ കൂടെ ജോലി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്ത്രീക്ക് തന്റെ മുഖവും ഒക്കെ കാണിച്ച് അവനെ ഒരു സ്വന്തം വീട്ടിലെ ഒരു സഹോദരനെ പോലെ കാണണമെങ്കിൽ ആദ്യം ആ പുരുഷന് 10 തവണ മുല കുടിപ്പിക്കണം. ആ സ്ത്രീക്ക് പാലുണ്ടോ എന്നുള്ളതൊന്നും അല്ല പറഞ്ഞ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് മുല കൊടുക്കാനായിട്ട് മുഹമ്മദ് പറഞ്ഞ സ്ത്രീക്ക് അന്ന് പാലുണ്ടായിരുന്നില്ല, മുല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കുടിപ്പിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതൊരു നിയമമായിട്ടുടനെ അള്ളാഹു അങ്ങ് ഇറക്കുകയും ചെയ്തു, ആയത്തങ്ങ് ഇറക്കി. ഇപ്പോ അന്യപുരുഷന്മാര് വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള സ്ത്രീകളോട് അടുത്ത് പെരുമാറണമെങ്കിൽ അവർ ആദ്യം ഈ പുരുഷന്മാരെ മുഖം പോലും കാണിക്കാതെ, മുഖമോ ഒന്നും കാണിക്കാതെ പക്ഷെ മുല കുടിപ്പിക്കണം 10 പ്രാവശ്യം അവർക്ക് വയറ് നിറയുന്നത് വരെ. ഇപ്പൊ പാലില്ലാത്ത സ്ത്രീ മുല കുടിപ്പിച്ചാൽ എങ്ങനെയാണ് വയറ് നിറയുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ. വല്ല ഗ്യാസ് ആയിരിക്കും വയറ് നിറയ്ക്കേണ്ടത് കൊണ്ട്. എന്തായാലും 10 തവണ എന്നുള്ളത് പിന്നീട് ഒരു കൺസെഷൻ പോലെ 5 തവണ എന്നാക്കി കൊടുത്തു. വയറ് നിറയുന്നത് വരെ എന്നല്ല, മനസ്സ് നിറയുന്നത് വരെ. മനസ്സോ വയറോ എന്തോ. അപ്പോ 5 തവണ വ്യത്യസ്ത സമയങ്ങളിൽ പോയിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അവൾ മുല കുടിപ്പിച്ചാലേ പിന്നെ അതിനുശേഷം അവൾക്ക് മുഖമൊക്കെ കാണിച്ച് സ്വന്തം സഹോദരനോ മകനോടോ പെരുമാറുന്നത് പോലെ അവനോട് കൂടെ പെരുമാറാൻ പറ്റുള്ളൂ. ഇത് ഇസ്ലാമിന്റെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമം തന്നെയാണ്. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ പാലിക്കാത്തത്? പക്ഷെ ചോദ്യം ചോദിച്ചപ്പോ മുഹമ്മദ് ഈസ പറഞ്ഞത് അത് പാല് അത് കുടിപ്പിക്കല്ലായിരുന്നു, അത് സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് മുഹമ്മദ് ഈസ പറയുകയുണ്ടായി. അപ്പൊ മുഹമ്മദ് ഈസ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇസ്ലാമിക ലോകം കേൾക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഉത്തേജനമായി. ആഹാ, സ്പൂണിലാണോ? അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് ഒരല്പം അല്ലെങ്കിൽ മാനക്കേടല്ലേ, ഇതൊക്കെയാണ് അവരുടെ മതത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് കുറച്ചു പേർക്ക് ഒരു ആശ്വാസം കിട്ടി. പക്ഷെ കുറച്ചു പേർക്ക് വിഷമായി പോയി, അയ്യോ ഇത് നല്ലൊരു സംഭവമായിരുന്നല്ലോ, ഇത് നിലനിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചവരും ഉണ്ടാകാം. പക്ഷെ ഇത് ഇന്ന് സൗദി അറേബ്യയിൽ ഇപ്പോഴും
അവിടുത്തെ ഉസ്താക്കന്മാര് പറയുന്ന കാര്യമാണ്. ഈജിപ്തില് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു TV സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ഒരു ഉസ്താദ് പറഞ്ഞു, ഈ TV സ്റ്റേഷനിലെ എല്ലാ സ്ത്രീകളും, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഇവിടെ വരുന്ന പുരുഷന്മാരെ എല്ലാം മുല കുടിപ്പിച്ച് സഹോദരനോ മക്കളോ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാനെന്ന് പബ്ലിക്കിനോട് പറഞ്ഞ കാര്യം കൂടെ നമുക്കവിടെ യൂട്യൂബിൽ കാണാം, അത് മാറ്റിയിട്ടില്ലെങ്കിൽ. ഇപ്പോ മുഹമ്മദ് ഈസയെ സംബന്ധിച്ചിടത്തോളം സ്പൂണ് കൊടുത്തു ഇസ്ലാമിനെ രക്ഷിച്ചു, നാണക്കേട്, അതായത് ബഹുജനങ്ങൾക്കിടയിൽ, കേരളത്തിലെ സമൂഹങ്ങൾക്കിടയിൽ സ്പൂണ് കൊടുത്ത് ഇസ്ലാമിനെ രക്ഷിച്ച മഹാവ്യക്തിയാണ് മുഹമ്മദ് ഈസ. ഇപ്പോഴിതാ പുതിയ ഒന്ന്, വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം, ഇത് നിങ്ങളുടെ മേൽ അള്ളാഹു ഏർപ്പെടുത്തിയ നിയമമാണെന്നാണ് 24 സൂറ അന്നിസയുടെ 24 കാണുന്നത്. 4-ാം അധ്യായം 24. നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലത് കൈയിലാണല്ലോ മിക്കവാറും വാളോ കുന്തമോ ചുറ്റികയോ ഒക്കെ വെച്ചുകൊണ്ട് ആണുങ്ങളെ വെട്ടി കൊല്ലുന്നത്, അല്ലെ ഇടിച്ചു കൊല്ലുന്നത്, തട്ടിക്കളയുന്നത്. അപ്പൊ വലത് കൈ കൊണ്ട് ഒരു പുരുഷനെ തട്ടിക്കളഞ്ഞാൽ അയാളുടെ അമ്മ, അയാളുടെ പെൺമക്കൾ, പെങ്ങന്മാര്, അയാളുടെ ഭാര്യ, അയാളുടെ വീട്ടിലുള്ള സ്ത്രീകളെ എല്ലാം ഈ വലത് കൈയിലിരിക്കുന്ന ആയുധം കൊണ്ടാണല്ലോ ഇവരുടെ സ്വന്തമാകുന്നത്. ആണിനെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെല്ലാം ഇവർക്ക് സ്വന്തമായി, അവരെല്ലാം ഇയാളുടെ സ്വത്തായി, പ്രോപ്പർട്ടിയായി. അതാണ് വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പൊ വലത് കൈ കൊണ്ട് ഇങ്ങനെ ഭർത്താവിനെയോ അല്ലെങ്കിൽ പിതാവിനെയോ വെട്ടിക്കൊന്നിട്ട് ആ വലത് കൈയുടെ ബലം കൊണ്ട് ഉടമപ്പെടുത്തിയ സ്ത്രീകൾക്ക് ഇനി എന്താണ് പേര്? അടിമ ഭാര്യ. ബെസ്റ്റ് കണ്ണ, ബെസ്റ്റ്. എന്തു പറയാനാ, ഇത്ര നല്ല കണ്ടുപിടുത്തമൊക്കെ ആ ലാബിലിരുന്നോണ്ടാണോ നടത്തുന്നതെന്നാണ് ഒരു സംശയം. ഇപ്പോഴാണ് മനസ്സിലായത് ലാബിലിരുന്നോണ്ട് മുഹമ്മദ് ഈസ മൈക്രോസ്കോപ്പിന്റെ അകത്തൂടെ കൊണ്ട് ഇതൊക്കെയാ കണ്ടുപിടിക്കുന്നതെന്ന്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞോട്ടെ സൗകര്യം. ഇവിടെ ബൈജു ബദർ എന്ന് പറഞ്ഞൊരു ബദർ നമുക്ക് വരുന്നുണ്ട് ഇവിടെ. ആ ബദർ ഇല്ലാത്തത് പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അലിപ്പാസ്റ്ററിന്റെ ജീവിതം ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് ബൈജു ബദറിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബൈജു എന്ന് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഇന്ന് രാവിലെ വന്ന് സംസാരിച്ച എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് ഈ റൂമിൽ വന്ന് പരിചയപ്പെട്ടതാണ്. ഇത് കള്ളം പറയുന്ന ഒരു റൂം അല്ല ഇത്. നിങ്ങൾ ആദ്യം ഒരു മനുഷ്യന്റെ സാക്ഷ്യം സത്യസന്ധമായി പറയുന്നത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു റൂമാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ. മറ്റുള്ളവരും അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അലിപ്പാസ്റ്റർ ഏതോ ബാങ്ക് വിളിയൊക്കെ നടത്തിയതും പിന്നെ ഉസ്താദ് ആയിരുന്നെന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിട്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആളിനെ കാണുന്നില്ല. ഇനിയും ഞാൻ പറയാ, ഇത് വന്നിരുന്നിട്ട് ഒരു വ്യക്തി പോലും ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കരുത്. എനിക്ക് അടുത്തറിയുന്ന ആളാണെന്നാണ് ബൈജു പറഞ്ഞിരുന്നത്. അപ്പം രാവിലെ പ്രാർത്ഥന റൂമിലുണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഈ റൂമിനകത്ത് വന്നാൽ അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ മുകളിൽ കയറ്റത്തില്ല. ഓക്കെ, സംസാരിച്ചോളൂ. കണ്ടിന്യൂ ചെയ്തോ. ബാക്ക് ടു അടിമ ഭാര്യ. അത് പറഞ്ഞതേ ഉള്ളു, അത് ഓർമ്മപ്പെടുത്താൻ. നമ്മൾ സത്യസന്ധമായി സംസാരിക്കൂ. അത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം പറയരുത്. അല്ല, അത് ശരിയാ. അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെയുള്ള ആൾക്കാരെ എന്റർടൈൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പം ഒരു സത്യം പറയുകയാണെങ്കിൽ പോട്ട് ഒരു കുഴപ്പമില്ല. സത്യം പറയുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും സമയം കൊടുത്ത് അവര് പറഞ്ഞോട്ടെ. പക്ഷെ നടക്കാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ വന്ന് അവരെങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് തെറ്റാണ്. അലിബ്രദറിനെതിരായിട്ട്, അതായത് അദ്ദേഹം ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അസൂയയും വിരോധവുമുള്ള അനേകരുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എത്രമാത്രം ഇതൊക്കെ കേട്ടിട്ടായിരിക്കും അദ്ദേഹം ഇന്നും ഇവിടെ നമ്മളോടുകൂടി ഇരിക്കുന്നത്.
നമ്മുടെ കൂടെ ഇതിനു മുമ്പൊരു ഒരു പ്രായമുള്ള ഒരു ദേഹം വരുമായിരുന്നല്ലോ, പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ വാങ്ങിയ അടി. ഇന്നലെ നമ്മുടെ കൂടെ ഒരു സഹോദരൻ വന്ന് പറഞ്ഞിരുന്നില്ലേ, ഓൾമോസ്റ്റ് മുസ്ലിം ആകാനുള്ള തീരുമാനമൊക്കെ എടുത്തു, ഷഹാദത്ത് കലീമ മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാനിടയായി, മറ്റുള്ള ഇവിടെ അപ്പോളജിസ്റ്റുകളുടെ വീഡിയോ ഒക്കെ കാണാനിടയായി. അങ്ങനെ ആഹാ ഇങ്ങനെയൊക്കെയാണോ ഈ മതം എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിന്മാറിയപ്പോ അദ്ദേഹത്തിനെതിരായിട്ട്, അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പോലും അദ്ദേഹത്തിനെതിരായിട്ട് പറയുകയും ഒക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതേ സമയത്ത് ഞാന് മുഹമ്മദ് ഈസ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്, മുഹമ്മദ് ഈസയും മുഹമ്മദ് ഈസയുടെ ചേട്ടനും ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന സ്ഥലത്തു നിന്ന് വിട്ട് ഇസ്ലാമിൽ ചേർന്നപ്പോൾ എത്ര ക്രിസ്ത്യാനികൾ നിങ്ങളെ അടിക്കാൻ വന്നു? എത്ര ക്രിസ്ത്യാനികൾ നിങ്ങളുടെ നാഭിക്കിട്ട് ചവിട്ടി മൂത്രത്തിൽ രക്തം വരുത്തിയ രീതിയിൽ മരണത്തിനും ജീവനും ഇടയ്ക്ക് കിടന്ന് നിങ്ങൾ പെടഞ്ഞു? എത്ര പേര് നിങ്ങളുടെ കാല് തല്ലി ഒടിച്ച് മറ്റേ കാലിൽ ചങ്ങലക്കിട്ട് ജീവിതകാലം മുഴുവൻ മുടന്തനാക്കി? മുഹമ്മദ് ഈസ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയണം. നിങ്ങൾ പോയ മതത്തില് ഇതൊക്കെയല്ലേ ഇപ്പൊ രണ്ടുപേരുടെ കാര്യമാണ് നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു ടെസ്റ്റ് മണികൾ. ഇസ്ലാം മതം വിട്ട് നിങ്ങൾ ഈ മതം ഒന്ന് വിട്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ഗുണം. മനസ്സിലാകത്തില്ലേ? ഈ അലി ബ്രദറും നമ്മളുടെ ആ വയോധികനായ പാസ്റ്ററും അലവി അച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഒരേ ഒരു കൃപ കൊണ്ട് മാത്രം. അല്ല, മനുഷ്യർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇവരൊന്നും ജീവിച്ചിരിക്കും. എത്രയോ പേരെ നിങ്ങൾ കൊന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസമല്ലേ 30 പേരുടെ തലയെറുത്ത് കൊന്നത് കോങ്കോയില് മുസ്ലിങ്ങള്. പിശാചിന്റെ സ്വഭാവമല്ലേ നിങ്ങൾക്കുള്ളൂ? അടിമ ഭാര്യ പോലും എന്ന് പറയാൻ തോന്നുകയാണ്. ഭാര്യ എന്ന പേര് എവിടെയെങ്കിലും ഇങ്ങോട്ട് ഒട്ടിച്ചു വെച്ചാൽ അത് ഭാര്യയാകും. അത് അടിമയുടെ മുകളിൽ ഭാര്യ. വൃത്തികെട്ടവൻ. മർക്കസുൽ ബിഷാറേന്റെ ചരിത്രം നോക്കിയാൽ അറിയാം എത്രമാത്രം കാഠിന്യം അനുഭവിച്ചിട്ടുണ്ട് ഈ ദേവദാസന്മാരെന്ന്. അതിന് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. അലൻ ബ്രദർ ഉണ്ടോ ഇവിടെ? വേറെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ഒരു 5 മിനിറ്റ്സ്. ഹലോ, ഇത് ആരും കാണുന്നില്ല, ആരും ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓക്കെ. മൈന ബ്രദറിന്റെ അനുഭവം ഒരു 5 മിനിറ്റ് പറയൂ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു പണിയില്ല, ഒന്ന് നിർത്തിയിട്ട് വരാം. മെഷീനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഞാനിങ്ങനെ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും വന്നതാണ്. അത് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബാംഗ്ലൂർ പോകാൻ ഇടയായി. ആ സമയത്ത് അറിയാലോ ഹിന്ദു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസത്തിന്റെ ഒരു ലെവലൊന്നും ഇല്ല. അങ്ങനെ പോകുന്നതല്ലാതെ അമ്പലത്തിൽ വരും. പിന്നെ ഒരു 2 വട്ടം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വല്ല കാര്യമൊന്നും കണ്ടില്ല. അങ്ങോട്ട് പോകും, എല്ലാവരും പോകും, നമ്മളും പോകും, അത്ര തന്നെ. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ബാംഗ്ലൂർ പോയപ്പം അവിടെ നമ്മളൊരു റിലേറ്റീവ്സ് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ അവിടെ ഒരു പള്ളിയിൽ പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ നമുക്കൊന്ന് പോയി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പം പ്രത്യേകിച്ച് അവിടെ ഒരു വിഗ്രഹമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നീണ്ട ഒരു ഹാള്. ആ ഹാളിൽ നിന്നിട്ട് ഒരു സ്ഥലത്ത് കുറെ സ്ത്രീകളുണ്ട്, ഒരു ഭാഗത്ത് കുറെ പുരുഷന്മാരുണ്ട്. പിന്നെ ഫ്രണ്ടില് പിന്നെ പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് ഒരു 4-5 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നു.
നമ്മളത് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്ന അവിടെ പിന്നെ പാട്ടൊക്കെ പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കേൾക്കാത്ത ഭാഷകളൊക്കെ. ഞാൻ ചോദിച്ചത് എന്തൊരു ഭാഷ അത് എന്താ അത്. അപ്പോൾ അവർ പിന്നെ പറഞ്ഞു തന്നത് അത് ദൈവം നൽകുന്ന ഭാഷയാണ്. ഉം, ഏഹ്, പലരും പല ഭാഷകളിലൊക്കെ സംസാരിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കില്ല, നമുക്ക് അത്ര ഒരു ഇത് പോരാ. പിന്നെ അവർ ബൈബിളിൽ നിന്ന് എടുത്ത് കാണിച്ചു തന്നു. അങ്ങനെ അവിടെ അങ്ങനെ കണ്ട് വിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ ഗൾഫ് പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവിടെയും സംഭവം ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പിന്നെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞ് ശേഷം അവിടെ നിന്നും കഴിഞ്ഞ് പിന്നെ അവർ നാട്ടിൽ വന്നപ്പം അവിടെ 2 പാസ്റ്റർമാർ വന്നിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇതുപോലെ ഞാൻ പോയിട്ട് കണ്ട് അപ്പോൾ അവരെ കൂടെ ആരാധനയൊക്കെ ആയി. അങ്ങനെയാണ് ഞാനിങ്ങനെ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പോരാത്തിന് ഒരു പ്രാവശ്യം ഇതുപോലെ ഞാനൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയപ്പോഴാണ് ഈ വചനത്തിലുള്ളതൊക്കെ അതുപോലെ തന്നെ, അതായത് ആത്മാവിൻ്റെ വ്യാപാരം, അതായത് ഈ ഭാഷകൾ അന്യഭാഷകളും ഭാഷകളുടെ വ്യാഖ്യാനങ്ങളും ഈ പ്രവചനപരവും പിന്നെ വെളിപ്പാടുകളും ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെ കുറിച്ചൊക്കെ അനുഭവങ്ങൾ വന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് സത്യദൈവം തന്നെ. കാരണം മറ്റുള്ള ദൈവങ്ങളെ ഈ ആരാധിക്കുന്ന ആളുകളിൽ പലരും അതിന്ന് വിട്ടിട്ട് വന്നിട്ട് അവിടെ ഈ ഉപവാസത്തിന് പ്രാർത്ഥനയിൽ പങ്കെടുത്തതും അവിടുന്ന് അവരിൽ നിന്നും ആ ദൈവമൊക്കെ അവരെ പിന്നെ ആ ദൈവമാണെന്ന് വിചാരിച്ചിരുന്നത് ആ ശക്തികളൊക്കെ അവരിൽ നിന്നും ഇറങ്ങി ഓടുന്നതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം, ആ സത്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ്, അലൻ ബദറെ കേൾക്കാമോ? അലൻ ബദറെ, പറഞ്ഞോളൂ. കേൾക്കാം. അതായത് നമ്മുടെ വയ്യാബലിയെ കുറിച്ച് പരിചയമുണ്ടോ? വയ്യാബലി. നമ്മുടെ ഇവിടെ വരുന്ന വയ്യാവേലി ബ്രദറാണോ? അതെ. അത്ര പരിചയമില്ല, ക്ലബ് ഹൗസിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുമ്പോ എന്നെ ഒന്ന് ബന്ധപ്പെടാൻ പറയണം, പേഴ്സണലായിട്ട്, ക്ലബ് ഹൗസിൽ. ഓക്കെ. എനിക്കൊരു മെസ്സേജ് ഇടാൻ പറഞ്ഞാൽ മതി, ഞാനത് നോക്കിയിട്ട് മെസ്സേജ് ഇട്ടോളാം. ഓക്കെ. താങ്ക് യു. അച്ഛകുഞ്ഞച്ചായ, എന്നെ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് ബന്ധപ്പെടണേ. എൻ്റെ പഴയ ഫോണ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് മധുരയിൽ വന്ന് അത് ആരും അടിച്ചു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് നമ്പേഴ്സ് ഉള്ളതൊക്കെ പോയി. ഒന്ന് ബന്ധപ്പെടണേ. ബന്ധപ്പെടാം. ഓക്കെ, എനിക്കൊരു മെസ്സേജ് ഇട്ടാ മതി. അതിന് മെസ്സേജ് ഓക്കെ, ഞാൻ ഈ ബാക്ക് ചാനൽ ഇടാം. ഓക്കെ എന്നാ. ഓക്കെ. ഇന്ന് 600-ാമത്തെ ദിവസമാണ്. എല്ലാരും ആരും മറന്നു പോണ്ട. ആമിന മുഹമ്മദ് പറയൂ. 600-ാമത്തെ ദിവസം. അങ്ങനെ ആമിന ഉണ്ടല്ലോ മേളിൽ. ആമിന പറയൂ. നമ്മുടെ സഹോദരി ഇരിക്കട്ടെ അവിടെ. സഹോദരിയെ നമ്മളവിടെ ഇരുത്തിയിരിക്കുക. എന്ന് സംസാരിക്കാൻ തുടങ്ങും അന്ന് സംസാരിച്ചാൽ മതി. ആമിന സഹോദരി ആണെന്ന് തോന്നുന്നു എന്നെ താഴെ ഇറക്കിയത്. അയ്യോ, ഞാനല്ല. പ്രൈസ് ലോർഡ്. ഞാനല്ല. അച്ഛൻകുഞ്ഞിച്ചായ ഞാനല്ല. ആമിന മുഹമ്മദ് ആരാണ്? ആമിന താത്താന്ന് വിളിക്കാം. ആമിന താത്താന്ന് വിളിച്ചാൽ മതി. ഈ താത്താന്ന് വിളിച്ചാൽ മതി. ആമിന താത്താന്ന് വിളിച്ചാൽ മതി. ഇത് നമ്മുടെ ഏഞ്ചൽ അല്ലേ? അതെ. ഓക്കെ, ശരി. അപ്പൊ പേരൊക്കെ മാറ്റിയാ? നിസുവിന്റെ വക വഹി ഇറങ്ങി, അപ്പൊ അങ്ങ് മാറ്റിയത്. ഓക്കെ. കൊള്ളാം. ഓക്കെ. എല്ലാരും ആമിനെന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആമിനെന്ന് വിളിച്ചാൽ മനസ്സിലാവും.
ഓക്കെ. നിഷുവിന് എന്തെങ്കിലും ആമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ശരിയല്ലേ? അത് ഈ സിസ്റ്റർ ഗ്രേസ് 3 വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് നാളുകളെ ആയുള്ളൂ ഈ റൂമില്. കുഴപ്പമില്ല. പക്ഷേ അതിനോടകം നിസുവിന് അമ്മിനയോടാണ് ഇത്ര അധികം കോപം ഈ ഇടയ്ക്കല്ലേ? അല്ല, ഞാനൊരു പ്രാവശ്യം ഞാൻ തന്നെ കയറി റൂമില്. എന്നെ കണ്ടതും പുള്ളിക്കാരന് എന്റെ പേര് വെച്ചിട്ട് നമ്മുടെ ഉത്തമഗീതത്തിലെ അങ്ങോട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് അങ്ങ് തുരുതുരാ മെസ്സേജ് ഇട്ടോ. നമ്മുടെ ബ്രദേഴ്സ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ എനിക്കൊന്ന് ന്യൂക്ലിയർ ബ്രദറിന്റെ റൂമിലായിരുന്നു ഞാൻ. പിന്നെ കയറിയിട്ട് ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എന്നെ മോഡാക്കിയിട്ട് പിന്നെ റിമൂവ് ചെയ്യുന്നു. എന്തൊരു ശല്യമാണെന്നറിയാം. അത് നമ്മുടെ പേര് കൂട്ടിയിട്ടിടും, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സിസ്റ്ററെ. ഈ ബൈബിളിൽ ഒരു വചനമുണ്ട്, അൺഡിസേർവ്ഡ് കേഴ്സസ് ഡു നോട്ട് അലൈറ്റ് എന്ന്. അതായത് ഒരാൾ നമ്മളെ ശപിക്കുകയോ അനാവശ്യമായിട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മളെ അത് ബാധിക്കുകയില്ല. പ്രത്യുത അതെല്ലാം അവൻ തെറി പറയുകയാണെങ്കിൽ അത് അവനെ തന്നെയാണ്, അത് ഡിഫ്ലക്ട് ചെയ്ത് അവനിലേക്ക് തന്നെ പോകും. നമ്മളെ ആരെങ്കിലും സ്ത്രീ എന്ന നിലയിൽ തെറി പറയുകയാണെങ്കിൽ അവന്റെ മദറോ പെങ്ങളോ അവന്റെ ഭാര്യയോ അവരിലേക്കാണ് അത് തിരിച്ചു പോവുക. കാരണം നമ്മളത് ഡിസേർവ് ചെയ്യുന്നില്ല. ഇപ്പോ ആരെങ്കിലും നമ്മളെ ഇവിടെ അനാവശ്യ വാക്കുകൾ വെച്ചിട്ട് തെറി പറയുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക അവൻ തെറി പറയുന്നത് അവന്റെ വീട്ടിലെ സ്ത്രീകളെ തന്നെയാണ്. അതുപോലെ അവൻ ഇവിടെയുള്ള സഹോദരന്മാരെ പറയുകയാണെങ്കിൽ അവൻ പറയുന്നത് അവന്റെ അപ്പനെയും അവന്റെ പ്രവാചകനെയും ഒക്കെ തന്നെയാണ്. എന്റെ പൊന്നു സഹോദരി, ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നത് അവാർഡ് എന്നാ പറയുന്നത്. അവാർഡ്, അതായത് അവർക്കൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ജയിക്കുന്നവർക്ക് എന്ത് കൊടുക്കും? അവാർഡ് കൊടുക്കത്തില്ലയോ? നമ്മൾ ജയിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അതിനപ്പോൾ തന്നെ ഞാൻ 109 അധ്യായം ഗ്രേസ് സഹോദരി ഒന്ന് വായിച്ചു നോക്കണം. 109 എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ ദൈവം, എനിക്ക് എന്റെ ദൈവം. നിന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല, എന്റെ ദൈവത്തെ നീയും ആരാധിക്കാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ അവാർഡ്, എനിക്ക് എന്റെ അവാർഡ്. നിന്റെ അവാർഡ് നിനക്ക് അവാർഡ് തരാൻ ഞാൻ ഒരുക്കമില്ല, പക്ഷെ നിന്റെ അവാർഡ് ഞാനും മേടിക്കാൻ ഒരുക്കമല്ല, അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ആ ആയത്ത് പറഞ്ഞാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. അത് എന്ന് ഞാൻ വായിച്ചു തുടങ്ങിയോ അന്ന് മുതൽ അവരുടെ കുടുംബത്തേക്ക് തന്നെയാണ് എന്നെ പറയുന്നതെല്ലാം അവരുടെ കുടുംബത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഓക്കെ, പറഞ്ഞോളൂ സഹോദരി. അച്ഛൻ ബ്രദറിനെ പറ്റി പറഞ്ഞിട്ടുള്ളതിന് ഒരു വീഡിയോ തന്നെ ഉണ്ടല്ലോ, അച്ഛൻ ബ്രദർ ഇടയ്ക്കൊക്കെ ഇടുവായിരുന്നല്ലോ. മുഹമ്മദ് ഈച്ച സായിപ്പ്, ഇവിടെ അങ്ങനെ ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നു, മുഹമ്മദ് ഈച്ച സായിപ്പ്. ശരിയാണ്, ഈച്ച ശാസ്ത്രം, പല്ലിശാസ്ത്രം, എന്തെല്ലാം ശാസ്ത്രങ്ങളാണ് ഈ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോ അച്ഛൻ ബ്രദറിനെ പറ്റി അയാള് പറഞ്ഞതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ബ്രദർ ഇടാറുണ്ട്. എന്തൊക്കെയാണ് അയാള് പറയുന്നത്? അതാണ് അവരുടെയൊക്കെ മുഹമ്മദിന്റെ അതേ ചര്യ എന്ന് പറഞ്ഞാല് ആശയമില്ലാത്തവൻ ആയുധമെടുക്കും. ആശയമില്ലെങ്കിൽ പിന്നെ എന്താ അടുത്ത വഴി? ആയുധം. അപ്പോ ദൈവം ആരെന്നറിയാത്തവൻ, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവൻ തന്റെ തന്നെ ദൈവത്തെ ഉണ്ടാക്കി ആ ദൈവത്തിന്റെ ഒരു ദൈവശാസ്ത്രം എന്നൊന്നുണ്ടല്ലോ, അതൊന്നുമില്ല. ദൈവം ഏകനാണ്. കാവയിലെ കല്ല്, കറുത്ത കല്ല്, അതാണ് അവരുടെ ഏക ദൈവം. അപ്പൊ ഏകശിലയെ ആരാധിച്ചുകൊണ്ട് അതിനെ ആരാധിക്കാൻ വിസമ്മതിച്ചവരെയോ അത് ദൈവമല്ല എന്ന് പറഞ്ഞവരെയോ ഒക്കെ വെട്ടിക്കൊല്ലാനായിട്ട് ആയുധ പരിശീലനം നടത്തി ദിവസം 5 നേരം എക്സർസൈസ് ചെയ്ത് ശരീരമൊക്കെ റെഡിയാക്കി വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും ബോംബിടാനും വെടിവെക്കാനും തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അവരുടേത്. ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ സത്യം പറഞ്ഞ് അവർ ജയിച്ചിട്ടുണ്ടോ? മുഹമ്മദിനെയോ അള്ളാഹുവിനെ പറ്റിയുള്ള സത്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ ജയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ അവർ ജയിക്കുക എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അസഭ്യം പറഞ്ഞും പരിഹസിച്ചും തെറി വിളിച്ചും
ഡിബേറ്റ് കലക്കിയും മറ്റുമേ ഉള്ളൂ. പക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ അതും സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാം വിഷ്വൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് ഓൺ ടൈം കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഇപ്പൊ തെറിവിളി, പൂരത്തെറിവിളി, പിന്നെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്, എന്നിരുന്നാലും പരിമിതിയാണ്. ഇപ്പോ രണ്ടുപേര് ഡിബേറ്റ് നടത്തുമ്പോ അവർക്ക് പണ്ടത്തെ പോലെ പറ്റുന്നില്ല. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയായി ഇവരുടെ കാര്യം. ഇനിയിപ്പോ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, പല്ലേ ഇല്ലാതായി കൊണ്ടിരിക്കുകയല്ലേ. എന്ത് പറഞ്ഞിട്ടാണ് ഇവർക്ക് അള്ളാഹു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുക? ഈ അള്ളാഹു എന്താണ്? ഹൂ ഇസ് ഗോഡ്? ഹൂ ഇസ് അള്ളാഹ്? ഗോഡ് ഓഫ് ഇസ്ലാം എന്താണെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? ഇവിടെ വന്നിട്ട് സ്ഥിരം ഇവന്മാര് പറഞ്ഞാണ് നിങ്ങളുടെ ദൈവം ആരാണ്? 3 ദൈവമല്ലേ? ഇത് ഒരു സ്ഥിരം ഇവരുടെ ചോദ്യമാണ്. അതെ, ദൈവശാസ്ത്രം എന്ന് പറഞ്ഞൊന്നുണ്ട്, അത് പഠിക്കണം. ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റഡി. നമ്മൾ ആരാധിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അറിയാൻ നിവർത്തിയില്ല. പക്ഷെ പ്രായപൂർത്തിയാകുന്നതോടെ ബൈബിൾ വായിക്കണം, മനസ്സിലാക്കണം, ദൈവത്തെ രുചിച്ചറിയണം. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. രുചിച്ചറിഞ്ഞവനാണ് അലി പാസ്റ്റർ. ഞങ്ങളിൽ പലരും രുചിച്ചറിഞ്ഞവരാണ്.